ഹലോ, ഗുഡ് ഈവനിങ്. നോക്കാം ഈ വാർത്താ പകൽ സമഗ്രമായി. നമ്മുടെ സംശയ മുനയിൽ നിൽക്കേണ്ടയാളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അല്ല. ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നത് സ്വാഭാവികമാണ്. വ്യക്തത വരുത്തിയാൽ അതവിടെ അവസാനിക്കണം ആ വിമർശന ശരങ്ങൾ. എന്നാൽ അർത്ഥസത്യങ്ങളോ വസ്തുതയ്ക്ക് നിരക്കാത്തതോ ആയ കാര്യങ്ങളാണ് മറുപടിയെങ്കിൽ കണ്ണടച്ചു തുറക്കും മുമ്പ് അത് പൊളിഞ്ഞു വീഴുന്ന സാമൂഹിക മാധ്യമ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രതിരോധത്തിന്റെ നിമിഷാർത്ഥങ്ങളുടെ ആയുസ് മാത്രമേ കാണൂ. ലഹരിക്കടത്ത് കേസിലെ പ്രതികളുമായി എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടായത്? മുഹമ്മദ് ഹുസൈൻ വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണോ? ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകിയ മറുപടി ആദ്യം നമുക്കൊന്ന് കാണാം. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിന് മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. അത് എന്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. ഓരോരുത്തർ ഓരോ ഇതിന്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതായത് മുഖ്യമന്ത്രിക്ക് MDMA കേസ് പ്രതിയായ മുഹമ്മദ് ഹുസൈനെ പരിചയമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്നാൽ എല്ലാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മുഖ്യമന്ത്രിക്ക് പരിചയമുണ്ടാവില്ലല്ലോ. മുഹമ്മദ് ഹുസൈനെ എങ്ങനെയാണ് പരിചയം? അതുകൂടി മുഖ്യമന്ത്രി വിശദീകരിച്ചു. നവകേരള യാത്രയ്ക്കെതിരായ പ്രതിഷേധത്തിൽ പരിക്കേറ്റപ്പോഴാണ് ഹുസൈനെ ആദ്യമായി നേരിൽ വിളിച്ചത്. അദ്ദേഹത്തെ കണ്ടു, ഒരിക്കൽ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു, വീട്ടിൽ പോയി. ഇതാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ എത്രമാത്രം വസ്തുതയുണ്ട്, എത്രമാത്രം കളവുണ്ട് എന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ട്രൂത്തോമീറ്റർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണോ? എന്താണ് വാസ്തവം? വിശദമായി തന്നെ നോക്കാം. നവകേരള സദസ്സ് നടന്നത് നവംബർ 18 മുതൽ ഡിസംബർ 23 വരെയായിരുന്നു. എറണാകുളത്ത് നടന്നത് ഡിസംബർ 7 മുതൽ ഡിസംബർ 10 വരെയാണ്. എന്നാൽ അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനൊപ്പമുള്ള ചിത്രം മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് അറിയാം. നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? 2021 സെപ്റ്റംബർ മാസം 4 തീയതി 2021 സെപ്റ്റംബർ മാസം 4 തീയതി MDMA കേസിലെ ഇപ്പോൾ പ്രതിയായ മുഹമ്മദ് ഹുസൈനുമായി, അന്ന് ഇയാൾ കേസിലില്ല, അത് ഓർമ്മിക്കണം, മുഹമ്മദ് ഹുസൈനുമായിട്ട് നിൽക്കുന്ന ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ഫേസ്ബുക്കിലെ ആദ്യത്തെ ചിത്രം. ഈ തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക. 4 സെപ്റ്റംബർ 2021. VDS സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്ന ഒരു ചിഹ്നം കൂടി അവിടെ നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ ഒരു ചിത്രം കാണും. അത് നവംബർ മാസം 2022 നവംബർ 20 തീയതി എടുത്ത ചിത്രമാണ്. അവിടെയും പ്രേക്ഷകർക്ക് കാണാം, കൈ പിടിച്ചു നിൽക്കുന്ന വി.ഡി. സതീശനെ കാണാം, മുഹമ്മദ് ഹുസൈനെ കാണാം, ഒരതിഥിയും അവിടെയുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഏതാണ് എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇത് പറവൂരിലെ ഓഫീസാണ്. പറവൂരിലെ ഓഫീസിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. 2022 ആദ്യം എടുത്തത് 2021 സെപ്റ്റംബർ, രണ്ടാമത്തെ ചിത്രം 2022 നവംബർ മാസം 20 തീയതിയുള്ള ചിത്രം. ഇത് ഹുസൈൻ മുസാഫിർ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. പ്രേക്ഷകർക്ക് ആ ഡേറ്റ് ക്ലാരിറ്റി ഉണ്ടാവും, കാണും. അടുത്തൊരു ചിത്രം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. അത് 2022 ഡിസംബർ 25 തീയതി എടുത്തിരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രവും എനിക്ക് തോന്നുന്നു അത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നുള്ള ദൃശ്യമാണ് എന്ന് തോന്നുന്നു. ആ ദൃശ്യത്തിലും VDSന്റെ സ്നേഹം എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ 3 ചിത്രങ്ങൾ കണ്ടു. 2021 സെപ്റ്റംബറിൽ, 2022 ഒക്ടോബറിൽ, പിന്നെ 2022 ഡിസംബറിൽ. ഇനി വീണ്ടും 2023 ഫെബ്രുവരി 5 തീയതി നാലാമത്തെ ചിത്രമാണ് പ്രേക്ഷകർ നമ്മൾ പുറത്തുവിടുന്നത്. 2023 ഫെബ്രുവരി മാസം 5 തീയതി അതേ സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും വി.ഡി. സതീശനുമായി നിൽക്കുന്ന ചിത്രമുണ്ട്. ലീഡർ എന്ന പേരിലാണ്. അത് ഫെബ്രുവരി മാസം 5 2023 എടുത്ത ചിത്രമാണ് അന്ന് പുറത്തുവിടുന്നത്. തീർന്നിട്ടില്ല.
2023 ഒക്ടോബർ 27 അന്ന് നവകേരള സദസ്സ് എറണാകുളത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഒക്ടോബർ 27 2023 പരാതിയും പരിഭവവും പറയാനൊരിടം എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് മുഖ്യമന്ത്രിയുമായി മുഹമ്മദ് ഹുസൈൻ സംസാരിക്കുന്ന ചിത്രവുമുണ്ട്. നോക്കൂ, ഇത് നവകേരള സദസ്സിന് മുൻപുള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ചിത്രങ്ങൾ. ഇനി ഒക്ടോബർ മാസം 30 വീണ്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂവ്മെന്റ്സ് വിത്ത് VDS എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്തുള്ള ദൃശ്യങ്ങൾ കൂടി ഒരുമിച്ച് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒക്ടോബർ മാസം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, അപ്പോൾ നവംബർ മാസത്തിൽ നവകേരള സദസ്സ് പെരുമ്പാവൂരിൽ വരുന്നതിന് മുമ്പുള്ള 5 ചിത്രങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. 1 2 3 4 5. നവംബറിന് ശേഷവും VD സതീശനോടൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. 2021 2023 കാലയളവിലെ ഫേസ്ബുക്ക് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ VD സതീശനോടൊപ്പം മാത്രമല്ല മുഹമ്മദ് ഹുസൈൻ ചിത്രങ്ങൾ എടുത്തതെന്നും കാണാം. നമുക്ക് ഒരു ചിത്രം കൂടി പ്രേക്ഷകരെ കാണിക്കാം. ഈ ചിത്രം VD സതീശന്റെ പറവൂരിലെ ഓഫീസിൽ നിന്നുള്ളതാണ്. നവംബർ മാസം 18 2022 ചിത്രത്തിന്റെ തീയതി. മുഹമ്മദ് ഹുസൈനോടൊപ്പം കുറച്ചുപേരെ കാണാം. ഇവരെല്ലാം അന്നത്തെ VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫുമാരാണ്. നീല ടീഷർട്ട് ഇരിക്കുന്നയാൾ രഞ്ജിത്താണ്, പ്രേക്ഷകർക്ക് കാണാം. ഫിറ്റ്നസ് എന്നിരിക്കുന്ന ഇതാണ് രഞ്ജിത്ത്. നിൽക്കുന്നയാൾ ഷാരോൺ പരക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, അദ്ദേഹത്തെ കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, VDയുടെ വിശ്വസ്തനാണ്. പുള്ളി ടീഷർട്ട് ഇട്ടയാൾ മനു VD സതീശന്റെ വിശ്വസ്തനാണ്. 2022 മുതൽ ഇവരെല്ലാവരെയും മുഹമ്മദ് ഹുസൈൻ അറിയാം. അവർക്ക് മുഹമ്മദ് ഹുസൈനെയും നന്നായിട്ട് അറിയാം. നോക്കൂ, ഇത് VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫ്, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെ വിശ്വസ്തനും പേഴ്സണൽ സ്റ്റാഫുമായിട്ട് സംസാരിക്കുന്നയാളാണ് മുഹമ്മദ് ഹുസൈൻ. ഓർമ്മിക്കണം, ഈ സമയം നവകേരള ബസ് എറണാകുളത്ത് വന്നിട്ടില്ല. ഇനി ഒരു ചിത്രം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. പ്രിയപ്പെട്ടവരെ, അതും നോക്കൂ, ഈ ഏറെ പ്രിയപ്പെട്ടവർക്കൊപ്പം എന്താണ് എഴുതിയിരിക്കുന്നത്. ആരാണ് ഏറെ പ്രിയപ്പെട്ടവർ? VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫും വിശ്വസ്തരുമായിട്ടിരിക്കുന്ന ആൾ. തീർന്നിട്ടില്ല. ഇനി നവംബർ 2025 പ്രതിപക്ഷ നേതാവിനോടൊപ്പം കോഴിക്കോട് വെച്ച് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രം കൂടി പ്രേക്ഷകർ കാണണം. ആ ചിത്രമാണ് നവംബർ 22 2025 ഗോകുലം ഗ്രാൻഡിൽ വെച്ചുള്ള ചിത്രമാണ്. ഈ ഇരിക്കുന്നതാണ് മുഹമ്മദ് ഹുസൈൻ. പ്രതിപക്ഷ നേതാവിനെയും നിങ്ങൾക്ക് അവിടെ കാണാം. ബിജോയി അടക്കം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നവകേരള സദസ്സിന്റെ സമയത്ത് കുറുപ്പമ്പടിയിൽ വെച്ച് പ്രതിഷേധത്തിനിടെ പരിക്ക് പറ്റിയപ്പോൾ ആശ്വസിപ്പിക്കാൻ വിളിച്ചു, അങ്ങനെ പരിചയമായി. അതാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. 2023 നവംബർ മാസത്തിൽ നടന്ന നവകേരള ബസിന്റെ യാത്രാവേളയിൽ വെച്ച് മുഖ്യമന്ത്രി കണ്ടു, അങ്ങനെ വിളിച്ചു, പരിചയപ്പെടലിന് തുടക്കമാവുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന് മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. അത് എന്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. അപ്പോൾ 2023 നവകേരള ബസിന്റെ യാത്രാവേളയിൽ തല്ലുകൊണ്ട് ക്രൂരമായി പരിക്കേറ്റ് കിടന്നപ്പോഴാണ് ആദ്യമായി വിളിച്ചതെന്ന് പറഞ്ഞ VD സതീശൻ അതിനു മുമ്പ് 2021 22 23 5 സമയങ്ങളിൽ മുഹമ്മദ് ഹുസൈനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ഓഫീസിലെത്തിയിട്ടുണ്ട്, വിശ്വസ്തർക്കൊപ്പം സമയവും പങ്കിട്ടിട്ടുണ്ട്. വാസ്തവമാണോ VD സതീശൻ പറഞ്ഞത്? ട്രൂത്തോമീറ്റർ പറയുന്നു, ഈ പറഞ്ഞത് വാസ്തവമല്ല. നവകേരള സദസ്സിനിടെ പ്രതിഷേധിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് ഹുസൈൻ പങ്കുവച്ചിട്ടുണ്ട്. അന്ന് ക്രൂരമായി മർദ്ദനമേറ്റിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിന് മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ് അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു. എല്ലാവരും ആശ്വസിപ്പിക്കുമല്ലോ. ഫോണിൽ വിളിച്ച് തല്ലുകൊണ്ട ആളുകളൊക്കെ ഇയാൾക്ക് നല്ല പരിക്കേറ്റിരുന്നു. അത് എന്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല.